ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട രണ്ട് സിനിമകളെ കുറിച്ചിട്ട് പറയുകയാണ്. ഒന്ന് പൊന്മാൻ. ഈ പൊന്മാനിൽ എനിക്ക് ഏറ്റവും പ്രത്യേകതയായിട്ട് തോന്നിയത് നമ്മൾ ജീവിതത്തിൽ ലൈഫ് സ്കിൽസിനും നമ്മുടെ വീട്ടിൽ കാര്യങ്ങൾ നോക്കുന്നതിനൊക്കെ ഇമ്പോർട്ടൻസ് എന്താണ്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ പൊളിറ്റിക്സിൽ മാത്രം നടക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ അനുഭവങ്ങളും അവസാനം ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ വേറെ അത് അംഗീകരിക്കുന്നൊന്നും അറിയില്ല. അതാണ് ഓഫീസിലുണ്ട് ഡ്യൂട്ടി. അപ്പോൾ അതിന് നമുക്കറിയില്ല, ഇന്നത്തെ ഈ ഒരു ഡ്രഗ്സും അത് ഉപയോഗിക്കുമ്പോണ്ടാകുന്ന പ്രശ്നങ്ങളും ചിന്തിക്കാനുള്ള കഴിവില്ലാതെ എത്രമാത്രം ക്രൂവലായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി ഈ ലഹരിയിൽ വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബ വഴക്ക്, മറ്റേ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്ന വലിയ ഭീകരമായ സിനിമകളെ കുറിച്ച് നിങ്ങൾ പറയുന്നതിന് മുമ്പ് ഇങ്ങനത്തെ പടങ്ങൾ യഥാർത്ഥത്തിൽ നടക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കൊണ്ടുവരുമ്പോൾ ആലോചിക്കും, നമ്മൾ ഈ ബിസിനസ് നടത്തുമ്പോൾ ഈ കിട്ടുന്ന പൈസ കൊണ്ട് എന്തിനാണ് സൃഷ്ടിക്കണത്. ശരിയാണ്, നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പലരും ചുറ്റുമുണ്ട്. നാളെ നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതം എടുക്കുമ്പോൾ മാത്രമേ അത് തിരിച്ചറിയൂ. അപ്പോൾ ആ പിക്ചറിൽ എന്തുമാത്രമാണ് അത് ബുദ്ധിമുട്ടിക്കുന്നത്. പിന്നെ ട്രോമാസ് കാണിക്കുന്നുണ്ട് ഒരു സൈക്കോളജിക്കൽ ലെവലിൽ പറയുകയാണെങ്കിൽ. അതായത് ഒരു ഡ്രാമ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതേ ഡ്രാമ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് കാണിക്കുന്നത്. വൺസ് ആ ഒരു സൂയിസൈഡൽ ഇഷ്യൂസ് കാണുന്ന സമയത്ത്, പിന്നെ വീണ്ടും അങ്ങനെയുള്ള കേസസ് കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പം ഇതെല്ലാം ട്രോമ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ചില ആൾക്കാർക്ക് ചില സിറ്റുവേഷനുകൾ, അങ്ങനത്തെ കാഴ്ചകൾ കാണുമ്പോൾ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഏതൊരു സിനിമ എടുത്താലും അതിലൊരു സൈക്കോളജിക്കൽ ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് സിനിമകൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കാരണങ്ങൾ. നമ്മൾ കുറച്ച് സമയത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് ആൽഫമുള്ള ട്രെയിൻ വരുന്ന കാണുമ്പോൾ അയ്യോ എന്തെങ്കിലും സംഭവിക്കും നമുക്ക് പേടിയുണ്ട്. വി നോ ദാറ്റ് അറ്റ്സ് എ സിനിമയാണ്, അതിൻ്റെ അത് ഫിലിമാണ്, അതിൽ ശരിക്കും ഇടിച്ചിട്ട് മരിക്കില്ല എന്നൊക്കെ നമുക്കറിഞ്ഞാലും നമ്മളത് കൂടെ പോകുന്നുണ്ട്. ആ ഒരു ആൽഫ മോഡിലേക്ക് കയറി പോകുന്ന സമയത്ത് നമ്മൾക്ക് റിയാലിറ്റിയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് പോകുന്നൊരവസ്ഥയുണ്ട്. ഈ ലഹരി ചെയ്യുന്ന ആൾക്കാർ കംപ്ലീറ്റ് ആ റിയാലിറ്റിയിൽ നിന്ന് പോയിട്ടിരിക്കാം. സിനിമ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു മോഡിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് പറയും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? സൈക്കോളജിക്കൽ ലെവലിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ നമ്മളുടെ കോമൺ സെൻസ്, നമ്മളുടെ ഒരു ബ്രെയിനിൽ ഉണ്ടാകുന്ന നമ്മുടെ പ്രിഫോണ്ടിൽ അവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് റിയാലിറ്റി, ആ റിയാലിറ്റിയിൽ നിന്ന് വർക്ക് ചെയ്യാൻ കഴിവുള്ളിടത്തോളം കാലം അത് സിനിമയാണ്, അതൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. അതിനെ അങ്ങനെ കണ്ടാൽ മതിയെന്ന് തോന്നും. ഇതില്ലാത്ത വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരും നശിക്കണമെന്നില്ല സിനിമ കണ്ട. ചിലർക്ക് നമുക്ക് ഗുണങ്ങൾ കൊടുക്കാം. അത് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് പേഴ്സൺ. അത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞു ലോകാണ്. ഓക്കെ, താങ്ക് യു.